സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. അവനെ തന്നെ നോക്കി നിന്ന് അവളുടെ കണ്ണുകൾ കാരണം അറിയാതെ നിറഞ്ഞൊഴുകുമ്പോൾ എന്തോ ആലോചിച്ച പോലെ അവൾ അടുത്ത് നിൽക്കുന്ന അമ്മയെ നോക്കി. ആ സ്ത്രീയുടെ കണ്ണുകളും അവനിലായിരുന്നു, ആ സുന്ദരമായ സുഭകനായ ചെറുപ്പക്കാരനിൽ. പാവം, എങ്ങനെ നടന്നിരുന്ന കുട്ടിയാ. പുറത്തൊക്കെ പോയി പഠിച്ച് വലിയ നിലയിലായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റിയാവോ? അമ്മക്കറിയാവോ? എന്തോ അവനെക്കുറിച്ച് അറിയാൻ അവളുടെ മനസ്സ് വല്ലാതെ തിടുക്കം കൂടുന്നത് അവൾ അറിഞ്ഞു. അറിയുമോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. നല്ല സ്വഭാവമുള്ള പയ്യനാ. എനിക്ക് വയ്യാതാകുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ ഷോപ്പിൽ നിന്നിരുന്നില്ലേ, 1-2 തവണ അവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് മാറി. അവൻ്റെ പഴയ മുഖവും ഇപ്പോൾ കൺമുമ്പിൽ കാണുന്ന മുഖവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക എന്നവരപ്പോൾ. ഈ പാവം പിടിച്ച പയ്യനെ നരകിപ്പിച്ച് ജീവിക്കാനാണല്ലോ നിന്റെ ചേച്ചിയും കൂടെ കൂട്ടു നിന്നെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് അവളൊന്നും ഒരു കാലത്ത് ഗതി പിടിക്കില്ല. അത് പറയുമ്പോൾ അമ്മയുടെ മനമൊന്ന് തേങ്ങി. സാരിത്തലപ്പ് കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ സമ്മതിക്കോ? ഷീലയുടെ മുഖത്തേക്ക് നോക്കാതെ കണ്ണു നിറച്ച് പേടിയോടെ മുന്നിലുള്ള ആളുകൾക്കിടയിൽ ആരെയോ തിരിയുന്ന അവനിലായിരുന്നു അവളുടെ കണ്ണുകൾ. ഷീല അവളുടെ മുഖത്തേക്ക് നോക്കി. മുന്നോട്ട് നടന്ന പ്രകാശൻ ഒന്നു നിന്ന് അവർക്ക് 2 പേർക്കും നേരെ തിരിഞ്ഞു. ഇനി എന്താ? മാധവർമ്മ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ പ്രകാശൻ അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ഞാനിവിടുന്ന് എന്ത് പറഞ്ഞാലും ചെയ്താലും സൂര്യമംഗലത്തുകാർ ഇന്നിവിടുന്ന് തലതാഴ്ത്തി ഇറങ്ങി പോകേണ്ടി വരും. അതില്ലാതാക്കാൻ ഒരു വഴിയുണ്ട്. അയാളുടെ വാക്കുകൾ പ്രതാപിനടക്കം ദേഷ്യം വരുത്തി. ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് അതിൻ്റെ യാതൊരു ഭാവമില്ലാത്ത അയാളുടെ സംസാരം അവരൊന്ന് ചൊടിപ്പിച്ചുവെങ്കിലും ഒന്നും മിണ്ടിയില്ല. പ്രകാശൻ പറഞ്ഞു വന്ന വഴി എന്താ? പ്രതാപാണ് അങ്ങനെ ചോദ്യം ചോദിച്ചത്. നിങ്ങളുടെ സൂര്യമംഗലത്തിൻ്റെ പെൺകുട്ടികളില്ലേ, അതിൽ നിന്നൊന്ന്. പ്രകാശനെ പറഞ്ഞു പൂർത്തിയാക്കാൻ മാധവൻ സമ്മതിച്ചില്ല. കൈ ഉയർത്തി തടഞ്ഞു. കൂടുതൽ സംസാരം ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് പറഞ്ഞത് അനുസരിച്ചാൽ മതി. താനായി ഉണ്ടാക്കിയ പ്രശ്നം താനായി തന്നെ അവസാനിപ്പിക്ക്. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. മാധവൻ അവസാന വാക്കുന്ന പോലെ പറയുമ്പോൾ പ്രകാശൻ ഇഷ്ടക്കേട് പുറത്ത് കാണിക്കാതെ അവരിൽ നിന്നും മുന്നോട്ട് നടന്നു. എന്നാൽ പ്രതാപന്റെ കണ്ണുകൾ സൂര്യമംഗലത്തെ പെൺകുട്ടികളിലായിരുന്നു. തൻ്റെ മകനെ ആരാധനയോടെയും പ്രണയത്തോടെയും ബഹുമാനത്തോടെയും നോക്കിയിരുന്ന അവരുടെയെല്ലാം കണ്ണുകളിൽ നിന്ന് ഇഷ്ടക്കേടും പരിഹാസവും പുച്ഛവുമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം ഒന്ന് ചിരിച്ചു, വേദന നിറഞ്ഞൊരു ചിരി. എന്നാൽ മുന്നോട്ട് നടക്കുമ്പോൾ പ്രകാശൻ ആകെ കുഴപ്പത്തിലായിരുന്നു. എങ്ങനെയെങ്കിലും അവൻ ആരുടെയെങ്കിലും തലയിൽ വെക്കാനായിരുന്നു അയാളുടെ ചിന്ത. അല്ലെങ്കിൽ ഒന്നും കണക്കൂട്ടിയ പോലെ ആവില്ല. ആ നാശം പിടിച്ച നായിൻ്റെ മോൾക്ക് ഇതിന് സമ്മതിച്ചാൽ മതി, എന്നാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒന്ന് നിന്നേ. ഓരോന്നാലോചിച്ച് മുന്നോട്ട് നടന്ന പ്രകാശൻ പിന്നിൽ നിന്ന് നന്ദുവിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അയാളെ തന്നെ നോക്കി കത്തുന്ന കണ്ണുകളോടെ നിൽക്കുകയാണ് അവൾ. അയാളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. പക്ഷേ അവൾ പ്രതാപനും മാധവനും നേരെ തിരിഞ്ഞു. നേരത്തെ സാർ ചോദിച്ചില്ലേ നിങ്ങളുടെ മകനൊരു ജീവിതം കൊടുക്കാമോ എന്ന്? അതെനിക്ക് സമ്മതാണ്. മുന്നിൽ വന്നു നിന്ന് ഉറപ്പോടെ പറയുന്ന പെൺകുട്ടിയെ പ്രതാപൻ കണ്ണിവ് വെട്ടാതെ നോക്കി നിന്നു. അപ്പോഴും അവളെയോ അവൾ പറഞ്ഞതോ മനസ്സിലാവാതെ മാധവൻ 2 പേരെയും മാറി മാറി നോക്കി. എൻ്റെ ഇളയ മകളാണ് സർ. എൻ്റെ മൂത്ത മകൾ ചെയ്ത തെറ്റിന് ഞാൻ എൻ്റെ ഇളയ മകളുടെ രൂപത്തിൽ തിരുത്തുവാണ്. മാധവൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കടുത്തു. അത് വേണ്ട പ്രകാശ, നിന്റെ മകളാണെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. ഈ ബന്ധം ഇവിടെ വെച്ച് ഇങ്ങനെ അവസാനിക്കുന്നതാണ് നല്ലത്. മാധവൻ നന്ദുവിനെയും പ്രകാശിനെയും നോക്കി കടുപ്പത്തിൽ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇഷ്ടക്കേട് കണ്ടതുകൊണ്ടായിരുന്നു. പക്ഷേ പ്രതാപൻ്റെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. അത്ര നേരം അദ്ദേഹത്തെ അലട്ടിയ ചിന്തകളൊന്നും തന്നെ അദ്ദേഹത്തെ അപ്പോൾ തേടി വന്നില്ല. നിങ്ങൾ പറ സർ, ഞാൻ എന്ത് വേണം? പ്രതാപൻ്റെ മുഖത്തേക്ക് നോക്കിയുള്ളൊരു ചിരിയോടെ ചോദിക്കുമ്പോൾ അദ്ദേഹം നിറകണ്ണുകളോടെ അവളുടെ കവിളിൽ തലോടി. എനിക്ക് സമ്മതം. ഒരു ചിരിയോടെ അദ്ദേഹം പറയുമ്പോൾ അവളുടെ ചുണ്ടുകളും വിടർന്നു. പ്രതാപ, നീ ഇത് എന്ത് ഭാവിച്ചാ? ഇവൻ്റെ ഒരു മകളെ കൊണ്ടാ ഈ നിമിഷം ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. ഇനി അടുത്ത മകളെ കൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നത് എന്തിനാണെന്ന് ആർക്കറിയാം? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇനി എന്ത് എന്നൊരു ആകുലതയായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് ഇതിന് സമ്മതം പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇല്ലച്ച, അങ്ങനെ ഒരു ദോഷം ഉണ്ടാവില്ല. അച്ഛൻ ഇതിന് സമ്മതിക്കണം. മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല. കാര്യങ്ങൾ നടക്കട്ടെ, അതിനുശേഷം നമുക്ക് വിശദമായി സംസാരിക്കാം. മാധവനെ പ്രതാപൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. കൂടുതലൊന്നും തർക്കിക്കാൻ അദ്ദേഹവും ഒരുങ്ങിയില്ല. അതിന് കാരണം പ്രതാപൻ്റെ മുഖത്ത് ചിരിയും ആത്മവിശ്വാസവും തന്നെയായിരുന്നു. എന്നാ മോള് വാ, മുഹൂർത്തത്തിന് സമയമായി. ഡ്രസ്സൊക്കെ മാറ്റേണ്ടേ? പിന്നെ ആദ്യം മോള്. എൻ്റെ മോനൊരു പ്രശ്നം. അറിയാം സാർ, അതറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. സഹതാപമായിട്ടോ ഒരു നന്മയായിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നത് ഇത് നടക്കണമെന്നാണ്.
സാറിൻ്റെ മകൻ്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാവുമെന്നൊന്നും ഞാൻ വാക്ക് പറയുന്നില്ല. സാറിൻ്റെ മകൻ്റെ അസുഖം മാറി സാധാരണ പോലെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പം എന്നെ അംഗീകരിച്ചാൽ മാത്രമേ അങ്ങനൊരു വാക്ക് ഞാൻ സാറിന് തരത്തുള്ളൂ. അതുവരെ സാറിൻ്റെ മകൻ്റെ ജീവിതത്തിലൊരു നിഴൽ പോലെ ഞാൻ ഉണ്ടാകും. ആ ഒരു ഉറപ്പ് ഞാൻ തരാം. അവളുടെ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു മാധവൻ്റെ മുഖം വിടരാൻ. പക്ഷേ പ്രകാശൻ്റെ മുഖം ഇരുണ്ടു. അവിടെ അയാൾക്കൊരു സ്ഥാനവും ഇല്ലാത്തതുപോലെ. പിന്നെ സാറിൻ്റെ മകൻ്റെ താലിൻ്റെ കഴുത്തിൽ വീഴുന്ന സമയം തന്നെ സാറിൻ്റെ അച്ഛന് പറയുന്ന ഇയാൾക്ക് നൽകിയ കാശിൽ നിന്നും ഒരു രൂപ പോലും കുറവില്ലാതെ സാറ് വാങ്ങിയിരിക്കണം. സാറിൻ്റെ മകനൊരു ജീവിതം കൊടുക്കുന്നതിന് ഇയാളും ഇയാളുടെ മൂത്ത മകളും കൂട്ടിയിട്ട് വിലയല്ലേ അത് നടന്നില്ലല്ലോ. പിന്നെ എനിക്കാരും വിലയിടണ്ട. അതുകൊണ്ട് ആ കാശ് സാറ് വാങ്ങുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സാറിൻ്റെ മകൻ്റെ താലി സ്വീകരിക്കുകയുള്ളൂ. ഗൗരവത്തോട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ പ്രതാപനും മാധവനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇതിൽ കൂടുതൽ അവർക്കെന്ത് വേണം? പക്ഷെ പ്രകാശനെല്ലാം തകർന്ന പോലെ അവിടെ നിന്നു. നന്ദുവിൻ്റെ വാക്കുകൾ കേട്ട് പ്രതാപൻ ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. സമ്മതം, 100 വട്ടം സമ്മതം. നിറഞ്ഞ മനസ്സോടെ പറയുമ്പോൾ ഒരു മകളെ കിട്ടിയ പോലെയായിരുന്നു അദ്ദേഹത്തിന്. തീർന്നിട്ടില്ല. ഞാൻ എൻ്റെ വീട് വിട്ട് വരികയാണ്. ഇനി എന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയില്ല. ഇയാളുടെ കൂടെ എൻ്റെ അമ്മയെ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഈ നിമിഷം മുതൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ കാരണക്കാരൻ ഇയാളായിരിക്കും. അതിനെ തുടർന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നിങ്ങൾ തീർപ്പാക്കണം. അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് കിട്ടണം. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിലുള്ള അഗ്നി ശ്രദ്ധിക്കുവായിരുന്നു പ്രതാപനും മാധവനും. അവളുടെ വാക്കുകളിൽ നിന്നും തന്നെ ഒരച്ഛനും മകളുമല്ല അവർ തമ്മിലെന്ന് അവർക്ക് മനസ്സിലായി. പ്രതാപൻ പ്രകാശനൊന്ന് നോക്കി. ആ നോട്ടത്തിൽ ഉടലോടെ ഭസ്മമാവുമോ എന്ന് പോലും പ്രകാശൻ ചിന്തിച്ചു. അയാളിൽ നിന്നും കണ്ണുകൾ മാറ്റി നന്ദുവിൻ്റെ വലത്തെ കൈയിൽ പിടിച്ച് അതിലേക്ക് അദ്ദേഹത്തിൻ്റെ വലത്തെ കൈ ചേർത്തു. ഇവിടുന്ന് അങ്ങോട്ട് നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സൂര്യമംഗലത്തെ പ്രതാപവർമ്മ നിനക്കൊപ്പം ഉണ്ടാവും. മാധവവർമ്മയും. പ്രതാപന്റെ വാക്കുകൾ അവസാനിക്കുമ്പോൾ തന്നെ മാധവന്റെ ശബ്ദവും അവളെ തേടിയെത്തി. അവൾ മുഖം ചരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് നോക്കി. നേരത്തെ കണ്ട ദേഷ്യമോ ഇഷ്ടക്കേടോ ഒന്നും ഇപ്പോൾ ആ മുഖത്തിൽ നിന്ന് അവൾ ശ്രദ്ധിച്ചു. അതിന് കാരണം അവളുടെ വാക്കുകൾ തന്നെയായിരുന്നു. പ്രകാശം പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ? എൻ്റെ മകൻ്റെ താലി തൻ്റെ മകളെന്ന് താൻ പറഞ്ഞവളുടെ കഴുത്തിൽ വീഴുന്ന നിമിഷം ഞാൻ തന്ന കാശ് എനിക്ക് തിരികെ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകൾ വല്ലാത്ത കട്ടിയും കനവും ഉണ്ടായിരുന്നു. അത് എൻ്റെ മോള് ആ കാശ് കൊണ്ട് പോയില്ലേ? ഞാൻ പറഞ്ഞില്ലേ? പ്രതാപന്റെ നോട്ടത്തിലും വാക്കുകളിലും ഭയന്നെങ്കിലും പ്രകാശനെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അതിനവർ 3 പേരും ഒന്ന് പുച്ഛിച്ചു. ഒപ്പം അവളുടെ തീഷ്ണേറിയ നോട്ടവും അയാളെ തേടിയെത്തി. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ താലി കെട്ടുന്ന സമയത്ത് ഞാൻ തന്ന മുഴുവൻ തുകയും എൻ്റെ കയ്യിൽ എത്തിയിരിക്കണം. സമ്മതമാണെങ്കിലും അല്ലെങ്കിലും ഈ നിമിഷം തനിക്കത് അറിയിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ വഴികൾ ആലോചിക്കാമല്ലോ. പ്രതാപന്റെ ആ വാക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഭീഷണി സ്വരം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കൂടുതലൊന്നും പ്രകാശൻ പറയാൻ നിന്നില്ല. കുറച്ച് പകുതി കാശ് ഞാനിപ്പോൾ തരാം. ബാക്കി തരാൻ കുറച്ച് സാവകാശം എനിക്ക് തരണം. താഴ്മയോടെ പ്രകാശൻ പറയുമ്പോൾ പ്രതാപൻ നോക്കിയത് നന്ദുവിൻ്റെ മുഖത്തേക്കാണ്. അങ്ങനെ വാക്കാ പറഞ്ഞാൽ പോരാ, എഴുതി ഒപ്പിട്ട് കയ്യിൽ തരണം. അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നന്ദു പറയുമ്പോൾ പ്രകാശൻ പല്ല് കടിച്ച് പൊട്ടിച്ചു. അവളുടെ കാരണം നോക്കി പൊട്ടിക്കാൻ തരിക്കുന്ന കൈകളെ വളരെ പ്രയാസപ്പെട്ട് തടഞ്ഞു നിർത്തി. എഴുതി തരാം. പ്രതാപന്റെ നോട്ടം കണ്ടതും പ്രകാശൻ പറഞ്ഞു. ശേഷം തിരിഞ്ഞു നടന്നു. ക്യാഷ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം എന്ന് അറിയാൻ പാടില്ല. ഒരുപക്ഷെ നാട്ടിൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് ഭയന്നുകൊണ്ട് തന്നെ ക്യാഷ് എടുക്കാൻ അയാൾ വീട്ടിലേക്ക് നടന്നു. മുഹൂർത്തത്തിനധികം സമയമില്ലാത്തത് കൊണ്ട് തന്നെ നന്ദു ആ വേഷത്തിൽ തന്നെയാണ് കതിർമണ്ഡപത്തിലേക്ക് കയറിയത്. മാധവനൊപ്പം കൈ പിടിച്ച് കയറി വരുന്ന പെൺകുട്ടിയെ ഒരു നിമിഷം എല്ലാവരും നോക്കിയിരുന്നു. ആ നാട്ടിലെ ഒട്ടുമിക്ക പേർക്ക് നന്ദിതയെ അറിയാം. പക്ഷേ സൂര്യമംഗലത്തുകാർക്ക് അവളെ അറിയില്ല. അതിൻ്റെ ഒരു അതിശയഭാവം എല്ലാവരുടെയും മുഖത്തുണ്ട്. സാധാരണ ഒരു വധുവിനെ പോലുള്ള വസ്ത്രമോ ഒരുക്കമോ അവളിലില്ല. സാധാരണത്തെ പോലെ അതും സൂര്യമംഗലത്ത് മരുമകളാൻ പോകുന്നു. പക്ഷെ സൗന്ദര്യം, ആ കാര്യത്തിൽ വരിവരിയായി നിരന്നു നിൽക്കുന്ന സൂര്യമംഗലത്തെ പെൺകുട്ടികളെ കടത്തിവെട്ടിയെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. മാധവന്റെ കൈ പിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കയറുമ്പോൾ അവൾ പ്രതാപനൊന്ന് തിരിഞ്ഞു നോക്കി. കണ്ണുകൾ കൊണ്ട് അദ്ദേഹം ചെല്ലെന്ന് പറഞ്ഞു. അപ്പോഴും എന്താ അദ്ദേഹം കൂടെ വരാത്തതെന്നൊരു സംശയം അവളിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവളുടെ അമ്മയെ നോക്കി. അവളുടെ ആ തീരുമാനം പാതി സമ്മതവും പാതി സമ്മതമില്ലായ്മയിലും നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ആ കണ്ണുനീരിനേക്കാൾ അവളെ വേദനിപ്പിക്കുന്നത് അവൻ്റെ കണ്ണുനീരായിരുന്നു. അവൻ്റെ മുഖത്ത് ഭയമായിരുന്നു. എല്ലാവരെയും നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് അവൾ അവൻ്റെ വാമഭാഗത്തിരുന്നു. അവിടെ ഇരുന്ന ശേഷം അവൾ അവനൊന്നും നോക്കിയില്ല. അങ്ങനെ ഒരാൾ അവിടെ വന്നിരുന്നത് പോലും അറിയാതെ അവൻ ആരെയോ തിരിയുവാണ്. കണ്ടിട്ടേതോ അഷ്ടിക്ക് വകയില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന് കണ്ടാ അറിയാം. പക്ഷെ കാണാനൊരു കോലൊക്കെ ഉണ്ടല്ലേ എടുത്തി. ക്യാഷ് അറിഞ്ഞ് കിട്ടിയതല്ലേ, ഇത്രയൊക്കെ കാണൂ. അല്ലാതെ നല്ല കുടുംബത്തൊന്നും ആരും ഇവൻക്ക് പെണ്ണ് കൊടുക്കില്ലല്ലോ, പൊട്ടൻ. മുന്നിലേക്ക് നോക്കിയിരിക്കുമ്പോഴും പിന്നിലുള്ള സ്ത്രീകൾ അടക്കി പറയുന്നതും ചിരിക്കുന്നതും അവളുടെ ചെവിയിൽ പതിഞ്ഞു.
താലി വാങ്ങിക്കോളൂ. അവൻ്റെ നേരെ താലി നീട്ടിക്കൊണ്ട് പൂജാരി പറയുമ്പോൾ അവനത് കേട്ടതായി പോലും ഭാവിച്ചില്ല. പൂജാരിയുടെ കണ്ണുകൾ പിന്നിൽ നിൽക്കുന്ന സ്ത്രീയിലേക്ക് പോയി. അവനവർക്ക് നേരെ താഴ്ന്നു വന്നു. അർജുൻ, അത് വാങ്ങിച്ച് ഇന്നലെ പറഞ്ഞു തന്നതുപോലെ ഈ പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്, ഇല്ലെങ്കിൽ അറിയാലേ എന്നെ. ഭീഷണി സ്വരത്തിൽ അവരത് പറയുമ്പോൾ നന്ദവരൊന്ന് മുഖം ചരിച്ചു നോക്കി. നേരത്തെ കണ്ട അതേ സ്ത്രീ നന്ദവനും അവൻക്കും ഇടയിൽ വെച്ചാണ് അവരത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളും ഭാവങ്ങളും അവൾ ശരിക്കും നോക്കി. അവർ പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ ശരീരം ഭയം കൊണ്ട് വിറക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി. ഒരു കൊച്ചുകുട്ടിയെ പോലെ പേടിച്ച് കാര്യം നടത്തുന്നു. അവൻ പൂജാരി നീട്ടിയ താലി വാങ്ങിയ ശേഷം നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. കുറച്ചു നേരം അവൻ അങ്ങനെ തന്നെ നോക്കിയിരുന്നു. അവളുടെ മുഖത്ത് ഓരോന്നും നോക്കിക്കൊണ്ട്, അവളുടെ ചുണ്ടിലെ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട്. അർജുൻ, കെട്ട്. ആ സ്ത്രീ അവൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറയുമ്പോൾ നന്ദവരൊന്ന് തുറപ്പിച്ചു നോക്കി. പക്ഷേ ആ നോട്ടം അവർ കണ്ടില്ല. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ ആ താലി അവളുടെ കഴുത്തിൽ കെട്ടി. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് അവൾ പ്രാർത്ഥിച്ചു. ഇത് ഞങ്ങളുടെ നല്ലതിനാണെങ്കിൽ മരണം വരെ ഈ താലിയും ഇതിൻ്റെ അവകാശിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ ദേവി. മരണം വരെ മാത്രമല്ല, അവർ പിറവിയെടുക്കുന്ന എല്ലാ ജന്മവും അവളുടെ പാതി അവൻ മാത്രമായിരിക്കുന്നു അവരറിഞ്ഞില്ല. ശ്രദ്ധയോടെ പതിയെ താലിച്ചരട് കഴുത്തിൽ കെട്ടുന്നവരിലായിരുന്നു അവളുടെ കണ്ണുകൾ. അവനിൽ വല്ലാത്ത പേടിയും സങ്കടമൊക്കെ അന്നേരം അവൾക്ക് കാണാൻ കഴിഞ്ഞു. എനിക്ക് പറ്റുന്നില്ല. ചുണ്ടുകൾ വിരുമ്പിക്കൊണ്ട് പറയുന്നവനെ കാണാൻ അവൾക്ക് മുന്നിലിരിക്കുന്നവനോട് വാത്സല്യമാണെന്ന് തോന്നിയത്. ഒരു കെട്ട് മാത്രം കെട്ടി അതിന് വിരലുകൾ വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ആ സ്ത്രീ അവളുടെ നേരെ താഴ്ന്നു വന്നു. നന്ദയുടെ മുഖത്തേക്ക് നോക്കി. അവനവളുടെ താലിയിൽ കൈവച്ചതും അവൾ ആ കൈകൾ തട്ടിയെറിഞ്ഞു. പകപ്പോടെ അവളെ നോക്കുമ്പോൾ അവളൊന്ന് തുറിച്ചു നോക്കി. സാരല്ല കേട്ടോ, എന്നെ നോക്കി. ആ സ്ത്രീയിൽ നിന്നും കണ്ണുകൾ മാറ്റി മുന്നിലിരിക്കുന്നവൻ്റെ രണ്ട് കവിളിലും പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. സാരല്ലോ, പേടിക്കണ്ട, ടെൻഷൻ അടിക്കാതെ. ഇപ്പം കെട്ടിയ പോലെ ഒന്നുകൂടി കെട്ടിയാൽ ശരിയാവും. നോക്ക്. അവൾ സാവധാനം അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ശേഷം അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് താലി ഒന്നുകൂടെ ആദ്യത്തെ പോലെ ഒന്നുകൂടെ കെട്ടി. ഇനി ഒന്നുകൂടെ കേട്ട്. അവൾ അവൻ്റെ ചെവിയിൽ പറഞ്ഞതും അവളുടെ നിശ്വാസം തട്ടി അവൻക്ക് കിളിയായി. അവൻ തോളൊന്ന് വെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു കെട്ടുകൂടെ കെട്ടി. കെട്ടിയ ശേഷം അവളിൽ നിന്നും അകന്നു മാറി. ഒരു ചിരിയോട് അവനെ തന്നെ നോക്കിയിരിക്കുന്നവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ മുന്നോട്ട് നോക്കി. ഇനി ഇതിൽ നിന്നൊരു നുള്ളെടുത്ത് ആ കുട്ടിയുടെ സീമന്തരേഖ ചുവപ്പിക്കൂ. മുന്നോട്ട് നീട്ടിപ്പിടിച്ച സിന്ദൂരം കടത്തും അവൻ്റെ കണ്ണുകൾ വിടന്നു. അതിൽ നിന്നും കുറച്ചെടുത്ത് ശ്രദ്ധയോടെ പതിയെ അവളുടെ സീമന്തരേഖയിൽ കട്ടിയിൽ നീട്ടി വരച്ചു. ആ ഒരൊറ്റ ചുവപ്പിൽ മുന്നിലിരിക്കുന്നവൾ തിളങ്ങുന്നത് പോലെ അവനക്ക് തോന്നി. അത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു അവളുടെ മുഖം കാണാൻ. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നവന് തന്നെയായിരുന്നു അവളുടെ കണ്ണുകളും. ഒരു കൊച്ചുകുട്ടിയെ പോലെ പൂജാരി പറയുന്നതൊക്കെ അതുപോലെ അനുസരിക്കുമ്പോൾ അവൾ കണ്ണെടുക്കാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. കൈ പിടിച്ച് അഗ്നിക്ക് ചുറ്റും വലം വെക്കുമ്പോൾ അവൻ്റെ കൈകളിൽ അവളായിരുന്നു മുറുകെ പിടിച്ചത്. അവർ പറയുന്ന ഓരോന്നും അവളുടെ മനസ്സിലായിരുന്ന ആഴത്തിൽ പതിഞ്ഞിരുന്നത്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നും ഇറങ്ങിയവൾ അവൻ്റെ കൈയും പിടിച്ച് മാധവൻ്റെ അടുത്തേക്ക് പോയി. അവൾ പിടിച്ച കൈയിലേക്കും അവളുടെ മുഖത്തേക്കും ഒന്നും മിണ്ടാതെ അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അനുഗ്രഹം വാങ്ങാൻ അദ്ദേഹത്തിന്റെ കാലിൽ വീഴാൻ നിന്നവൾ അദ്ദേഹം നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽക്കുന്നവനെയും അദ്ദേഹം ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. അച്ഛാ! അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് നന്ദുവിനെ തന്നെ നോക്കി നിന്നവൻ പെട്ടെന്ന് അലറിക്കൊണ്ട് മുന്നോട്ടോടി. നന്ദുവും മാധവനും തിരിഞ്ഞു നോക്കിയ സമയം കൊണ്ട് അവൻ പ്രതാപന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്ന അവൻ്റെ അടുത്തേക്ക് നന്ദുവിൻ്റെ കയ്യും പിടിച്ച് മുത്തശ്ശൻ നടന്നു. ഞാൻ എത്ര നേരം കൊണ്ട് അച്ഛനെ തേറിയായിരുന്നു അറിയോ? എവിടെയായിരുന്നു? കരഞ്ഞുകൊണ്ട് പറയുന്ന മകനോട് മറുപടിയൊന്നും പറയാതെ അവൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. പ്രതാപൻ അവിടെ കണ്ടാൽ താലി കെട്ടാനൊന്നും നിൽക്കാതെ അവൻ ഇറങ്ങി ഓടി വരും. ഇതാവുമ്പോൾ കാണാത്ത പേടിയിൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ചിരിക്കും. അതുതന്നെയായിരുന്നു അദ്ദേഹം മറഞ്ഞു നിന്നതും. നന്ദൊരു ചിരിയോടെ മാധവൻ്റെ അടുത്ത് നിന്ന് ആ അച്ഛനെയും മകനെയും നോക്കി. അപ്പോഴും അവളുടെ കണ്ണുകൾ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പരതി. എവിടെയും അവൻ്റെ മുഖച്ചായുള്ളൊരു മുഖം കണ്ടതായി അവൾ ഓർത്തില്ല. മോളെ! ചുറ്റും നോക്കി നിൽക്കുന്ന നന്ദു പ്രതാപന്റെ ശബ്ദം കേട്ട് അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം കണ്ണു നിറച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുവാണ്. അദ്ദേഹം അവൾക്ക് നേരെ ഇടത്തെ കൈ നീട്ടിയതും അവൾ ആ കൈക്കുള്ളിൽ കയറി. നിറഞ്ഞ മനസ്സോടെ പ്രതാപ് അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. തൻ്റെ അച്ഛൻ്റെ നെഞ്ചിൽ അവൻ നിൽക്കുന്നത് പോലെ നിൽക്കുന്നത് ഇഷ്ടപ്പെടാതെ അവൻ നന്ദുവിനെ തുറിച്ചു നോക്കി. അതിന് മറുപടിയായി അവളൊന്ന് ചിരിച്ചു കൊടുത്തു. പ്രതാപ് അർജുൻ്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് നന്ദുവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. നന്ദു മനസ്സിലാവാതെ അദ്ദേഹത്തെ നോക്കി. കരയുവായിരുന്ന അദ്ദേഹം മാധവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മകനെ നിന്നെ ഏൽപ്പിച്ച് ഞാൻ പോവാം. ഇനി എന്ന് വരുമെന്നോ എന്ന് കാണുമെന്നോ എനിക്കറിയില്ല. പക്ഷേ നിനക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത സാഹചര്യം വരുവാണെങ്കിൽ എന്നെ വിളിക്കാം. ഒരു വിളിക്കപ്പുറത്ത് ഞാനുണ്ടാകും. ഇടറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ കയ്യിലുള്ള അവൻ്റെ കൈകൾ അവൾ ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചു. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പോവാണ്. എത്രയും വേഗം ആ ആവശ്യം പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ മോള് പ്രാർത്ഥിക്കണം. എൻ്റെ മോനെ നോക്കണം. അവനെ നോവിക്കരുത്. മറ്റുള്ളവരെ നോവിക്കാനും അനുവദിക്കരുത്.
അവസാനമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരാതായി. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അച്ഛനക്ക് അറിയുന്നത് കൊണ്ടാകും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്. നന്ദ അവളുടെ കൈകൊണ്ട് അവൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ആ കരച്ചിലിനിടയിലും അവളുടെ ആ പ്രവൃത്തി ഇഷ്ടപ്പെടാത്തതുപോലെ അവളെ ഒന്ന് തുറിച്ചു നോക്കിയവൻ അവളൊരു ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു. പ്രതാപനും മാധവനും ഒരു ചിരിയോടെ ആ കാഴ്ച നോക്കി നിന്നു. എന്തോ അവളുടെ കൈകളിൽ അവൻ സുരക്ഷിതനാവുന്നൊരു തോന്നൽ അയാൾക്ക് വന്നു. സാറ് പേടി. സാറല്ല, അച്ഛൻ. ഇനി നിനക്കും ഞാൻ അച്ഛനാണ്, നീ എനിക്ക് മകളും. അവളെന്തോ പറയാൻ വന്നതും അദ്ദേഹം അത് തടഞ്ഞുകൊണ്ട് ആ വിളി തിരുത്തി. അതിനവളൊന്ന് ചിരിച്ചു. ഓക്കെ, അച്ഛൻ എന്തിനാണ് പോകുന്നത് എനിക്ക് അറിയില്ല. പോകുന്ന കാര്യം നല്ല ഭംഗിയിൽ അവസാനിച്ച് വേഗത്തിൽ തിരിച്ചു വരാൻ കഴിയട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ അച്ഛൻ പോയി വരുന്നത് വരെ, പോയി വന്നാൽ ഈ കൈകൾ ഞാൻ പൊതിഞ്ഞ് പിടിച്ചോളാം. ആർക്കും തട്ടിക്കളിക്കാനോ വേദനിപ്പിക്കാനോ ഇട്ട് കൊടുക്കില്ല. വല്ലാത്തൊരു ഉറപ്പോടെ അവളത് പറയുമ്പോൾ അവനെ പേടിച്ച് അവൻ്റെ ശരീരത്തിൽ മുറിവാക്കിയവരുടെ മുഖം ഓരോന്നായി അവളുടെ ഉള്ളിലേക്ക് തെളിഞ്ഞു വന്നു. എന്തിനാണ് അവരോട് അവൾക്ക് ഇത്ര ദേഷ്യമെന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു.